വയനാട് ദുരന്തത്തിന് പിന്നാലെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പഴക്കം ഓർമ്മിപ്പിച്ചുള്ള ആശങ്കകളാണ് എങ്കും. പണ്ട് ഇടുക്കിയിൽ നിന്നുള്ള ഒരു ജലവിഭവ മന്ത്രിയാണ് മുല്ലപ്പെരിയാറിന്റെ പേരിൽ ഈ കോലാഹലത്തിന് തുടക്കമിട്ടത്. പക്ഷേ പറഞ്ഞിട്ടെന്ത് കാര്യം? സുപ്രീം കോടതി വരെ നമ്മൾ പോയതല്ലേ? കോടതി വയ്ക്കുന്ന കമ്മിറ്റികൾക്കൊന്നും അത് ബോധ്യപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇടുക്കിയിൽ നിന്ന് തന്നെ മറ്റൊരു ജലവിഭവ മന്ത്രി നാട് ഭരിക്കുമ്പോൾ ചർച്ച വീണ്ടും സജീവമാവുകയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് നീ വെള്ളം മോഷ്ടിക്കുമല്ലേടാ? അന്ന് മുതൽ ഒരു തമിഴിനെ കൈ കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കായിരുന്നു. എന്നെ சொல்றாரு? നമ്മുടെ സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വരുന്ന ആളുകളെ ഇരകളാക്കി മാറ്റാൻ പോകുന്നു എന്ന് പ്രവചിക്കപ്പെട്ടിട്ടുള്ള ഒരു മഹാദുരന്തമാണ് ഒരു ജലബോംബായി, മുല്ലപ്പെരിയാർ ഒരു ജലബോംബായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. വെയിൽ വന്ന പവർ കട്ട്, മഴ പെയ്ത മുല്ലപ്പെരിയാർ. ഇത് നമ്മുടെ അണക്കെട്ടോ? അത് അണക്കെട്ടല്ല, പരമശിവന്റെ കഴുത്തേ കിടക്കുന്ന കെട്ടാ. കടി വേണ്ടി ചൂരാനും വയ്യ, എന്നാ അവിടെ വെച്ചേക്കാനും വയ്യ. മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് നേരത്തെ സ്വീകരിച്ചു വരുന്ന സമീപനങ്ങളുണ്ടല്ലോ, ആ സമീപനം സർക്കാർ തുറന്നു പോവുക തന്നെയാണ്. മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ഡാം ഉണ്ടാകണം എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ നിലപാട്. കേരളത്തിലെ ജനങ്ങൾ പരിഭ്രാന്തരാണ്. മീഡിയ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഞങ്ങൾ എന്ത് ഉത്തരം പറയും? രാവും പകലും ഇവിടെ ആർക്കും ഉറങ്ങാൻ കഴിയുന്നില്ല. ദാറ്റ് ഏരിയ വിൽ ബിക്കം എ ഡെസേർട്ട്. കാരണം 130 വർഷം പഴക്കമുണ്ട്. നമുക്ക് എങ്ങനെ അതിൻ്റെ ഒരു സുരക്ഷയെ സംബന്ധിച്ച് എല്ലാം കുഴപ്പമില്ല എന്ന് പറയാൻ കഴിയും? പുതിയ ഡാം, പുതിയ കരാർ എന്നുള്ളതായിരുന്നു കേരളം മുന്നോട്ട് വെച്ച മുദ്രാവാക്യം. இதேதான் சார், இதைத்தானே திரும்ப திரும்ப பேசிக்கிட்டு இருக்கீங்க. கேரளா ஜனங்களா, தமிழ்நாடு ஜனங்கள் என்ன பண்ணுவாங்க? நோ சொல்யூஷன், நோ கம்மிங். அங்க அவங்க வைக்கிற ஆப்புக்கு யார் பதில் சொல்றது? പുതിയ ഡാം പുതിയ തരത്തിൽ നിർമ്മിക്കുമ്പോൾ സേഫ്റ്റിയാണ് കേരളത്തിന്റെ കൺസേൺ, സുരക്ഷയാണ് കേരളത്തിന് വേണ്ടത്. തമിഴ്നാടിന് എത്രത്തോളം വെള്ളം വേണമെങ്കിലും നൽകാം എന്നുള്ളതാണ്. മുല്ലപ്പെരിയാർ ഇത് ഇഷ്ടം പോലെ വെള്ളം എടുത്ത് കുടിക്കേ നീന്തി എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. ഒരു ജലബോംബായി മുല്ലപ്പെരിയാർ ഒരു ജലബോംബായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഇത്തരം കാര്യങ്ങളെ ആശങ്ക വരുത്തേണ്ട കാര്യമില്ല. മുല്ലപ്പെരിയാറിലെ വെള്ളം തുറന്നു വിട്ടാൽ ഇടുക്കി ഡാമിലേക്ക് വന്നു ചേരും. ഒരു അപകടം ഉണ്ടാകേണ്ട കാര്യമില്ല. ഈ കാര്യത്തോടെടുക്കുമ്പോൾ തമിഴ്നാട്ടിലുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒന്നാ. ഇവിടെ തൊഴുത്തിക്കുത്തല്ലേ? അത് ശരിയാ. തമിഴ്നാടിന് ജലം, കേരളത്തിന് സുരക്ഷ, ഇതാണ് നമ്മുടെ മുദ്രാവാക്യം. എന്നാൽ കാവേരിയാകട്ടെ മുല്ലപ്പെരിയാറാകട്ടെ, വെള്ളം വലിയൊരു രാഷ്ട്രീയ വിഷയം കൂടിയാണ് തമിഴ്നാടിന്. പുതിയ ഡാം എന്ന നമ്മുടെ ആശയത്തെ തുടക്കം മുതൽ തന്നെ അവർ എതിർത്തും പോരുന്നു. കേരള മുഖ്യനും തമിഴ് മുഖ്യനും തമ്മിലുള്ള നിലവിലുള്ള ദ്രാവിഡ ഒരുമൈ ഉപയോഗിച്ച് കോടതിക്ക് പുറത്ത് ഈ പ്രശ്നം പരിഹരിച്ചുകൂടെ എന്നാണ് ന്യായമായ ചോദ്യം. തമിഴ്നാടിന് ജലലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ ഒരു പുതിയ ഡാം ഉണ്ടാകണമെന്ന കാര്യത്തിൽ കോടതിയിലെ കേസ് നടത്തിപ്പിനോടൊപ്പം തന്നെ സൗഹൃദപരമായി കാര്യത്തിൽ ഇടപെടാൻ കഴിയുന്ന ഔട്ട് ഓഫ് കോർട്ട് ഡിസ്കഷൻസും ഒരുപക്ഷെ നടത്തിക്കൊണ്ട് ഇക്കാര്യങ്ങളിൽ ഒരു വിജയം, ഒരു സാധ്യത, അങ്ങനെ ഒരു പാക്കേജിൽ എത്താവോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ആ അനുകൂലമായ അന്തരീക്ഷം എന്തുകൊണ്ട് കേരളം പ്രയോജനപ്പെടുത്തുന്നില്ല? ഇപ്പോൾ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പലതവണ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള നമ്മുടെ ശ്രദ്ധയിലുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി സംസാരിക്കുമെന്ന്, പക്ഷേ ഇതുവരെയും സംസാരിച്ച് കണ്ടിട്ടില്ല. ചുരുക്കത്തിൽ ഇരു പാർട്ടികൾക്കും മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ ഒരു തീരുമാനമെടുക്കാൻ താല്പര്യമില്ല. രണ്ട് കക്ഷികൾക്കും എന്തെങ്കിലും പറഞ്ഞ് ഇതിന് തടി ഊരണം. അല്ല, അത് അവര് വക്രദൃഷ്ടി ഇതോടെ ഈ ആഴ്ച അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.